എനിക്കൊരു കൺട്രോളും ഇല്ലാത്ത കാര്യങ്ങളുടെ കൂടി റെസ്പോൺസിബിലിറ്റി ഞാൻ ഏറ്റെടുക്കുന്നു. ലൈഫിൽ എന്തെങ്കിലും ഒരു നെഗറ്റീവ് ഔട്ട്കംസ് വരുമ്പോൾ, ഒരു പ്രശ്നം ഉണ്ടാവുമ്പോൾ അതിന്റെ എക്സ്റ്റേണൽ ആയിട്ടുള്ള ഫാക്ടേഴ്സ് ഒന്നും കൺസിഡർ ചെയ്യാതെ അതിൽ ഇൻവോൾവ് ആയിട്ടുള്ള മറ്റു വ്യക്തികൾ ഉണ്ടാവും, അല്ലെങ്കിൽ ആ സാഹചര്യങ്ങൾ ഉണ്ടാവും. അതൊന്നും കൺസിഡർ ചെയ്യാതെ അതിന്റെ കംപ്ലീറ്റ് റെസ്പോൺസിബിലിറ്റി ഞാൻ ഏറ്റെടുക്കുന്നതാണ് പേഴ്സണലൈസേഷൻ. ഇപ്പൊ ഒരു സ്റ്റാർട്ടപ്പ് തുടങ്ങി, ചെറിയൊരു ബിസിനസ് തുടങ്ങി, അത് പരാജയപ്പെട്ടു, അത് വിജയിച്ചില്ല, വിചാരിച്ചതുപോലെ അത് ഡെവലപ്പ് ആയിട്ട് വന്നില്ല. കുട്ടികൾക്ക് അസുഖങ്ങൾ വന്നു, കുട്ടികളുടെ പഠനം മോശമാണ്, അതല്ലെങ്കിൽ അവരുടെ ബിഹേവിയറിൽ ചില പ്രയാസങ്ങളും ചാലഞ്ചസും ഒക്കെ കാണുന്നു. അതുപോലെ വീട്ടിലൊരു ഫംഗ്ഷൻ ഉണ്ടാക്കി, ആ ഫംഗ്ഷന് ഫുഡ് തികഞ്ഞില്ല, അല്ലെങ്കിൽ ആളുകളെ ക്ഷണിച്ചിട്ട് എല്ലാവരും വന്നില്ല. ഇങ്ങനെയുള്ള ചെറിയ ചെറിയ പ്രശ്നങ്ങൾ. അതുപോലെ ഒരു എക്സാം എഴുതി, അത് പാസ്സായില്ല, 2-3 തവണ ഒക്കെ എഴുതി, അത് പാസ്സായില്ല. പല കാര്യങ്ങളും എന്താണ് അത് നടക്കാതെ വരുമ്പോൾ, അല്ലെങ്കിൽ അതിൽ എന്തെങ്കിലുമൊക്കെ പ്രശ്നങ്ങൾ ഉണ്ടാകുമ്പോൾ അതിനോട് ബന്ധപ്പെട്ട് മറ്റു വ്യക്തികൾ ഉണ്ടാകും, മറ്റു സാഹചര്യങ്ങൾ ഉണ്ടാകും, പല റീസൺസ് ഉണ്ടാകും. പക്ഷെ അതിനൊന്നും കാര്യമാക്കാതെ അതിന്റെ കംപ്ലീറ്റ് റെസ്പോൺസിബിലിറ്റി, ഞാൻ കാരണമാണ് അങ്ങനെയൊക്കെ സംഭവിച്ചത് എന്ന് പറഞ്ഞ് അതിന്റെ ഒരു കംപ്ലീറ്റ് റെസ്പോൺസിബിലിറ്റി ഞാൻ തന്നെ എടുക്കുന്നു. അതിൽ എനിക്ക് ടെൻഷൻ ഉണ്ടാവുന്നു, സ്ട്രെസ് ഉണ്ടാവുന്നു. ഇങ്ങനെ ഇതൊരു പാറ്റേൺ ആയിട്ട് വരുമ്പോൾ, ഈ ഒരു ഡിസ്റ്റോർഷൻ ഒരു വ്യക്തിയുടെ ഒരു പാറ്റേൺ ആയിട്ട് വരുമ്പോൾ പിന്നീട് അവർക്കൊരു സെൽഫ് ലവ് കുറയും. ഞാൻ ഒന്നിനും പോരാ എന്നുള്ള ഒരു തോന്നൽ ഉണ്ടാകുന്നു. കാരണം എല്ലാ സംഭവങ്ങളുടെയും റെസ്പോൺസിബിലിറ്റി ഞാൻ ഏറ്റെടുക്കുകയാണ്. അപ്പൊ എനിക്ക് അതിനുള്ള കഴിവില്ലാത്തത് കൊണ്ടാണ് ഇതൊക്കെ പരാജയപ്പെടുന്നത് എന്ന ഒരു തോന്നൽ എന്റെ ഉള്ളിൽ വളർന്നു വരും. അതിലൂടെ വളരെ ലോ സെൽഫ് എസ്റ്റീമിലേക്ക് പോകുന്നു. പിന്നീട് ഓരോ കാര്യങ്ങൾ ഏറ്റെടുത്ത് നടത്താനുള്ള ഒരു കോൺഫിഡൻസ് നഷ്ടപ്പെടുന്നു. ഒരു സെൽഫ് എസ്റ്റീം വളരെ ലോയിലേക്ക് പോകുന്നതോടൊപ്പം തന്നെ എനർജി, മോട്ടിവേഷൻ ഉണ്ടാവില്ല, അതുപോലെ സന്തോഷവും കുറഞ്ഞു വരുന്നു. ഇതാണ് പേഴ്സണലൈസേഷൻ. നമ്മുടെ റെസ്പോൺസിബിലിറ്റി തീരെ എടുക്കണ്ട, അല്ലെങ്കിൽ ഒന്നിലും നമുക്ക് റെസ്പോൺസിബിലിറ്റി ഇല്ല എന്നല്ല ഇത് പറയുന്നത്. എല്ലാ റെസ്പോൺസിബിലിറ്റിയും ഞാൻ മാത്രമാണ് ഇതിനൊക്കെ കാരണം എന്ന രീതിയിലേക്ക്, ആ ഒരു തിങ്കിങ് എററിലേക്ക് നമ്മൾ പോകുമ്പോഴാണ് ഇങ്ങനെ സംഭവിക്കുന്നത്. പിന്നെ ഇതിന്റെ നേരെ ഓപ്പോസിറ്റ് ഉണ്ട്, ബ്ലെയിമിങ്. ഒരു റെസ്പോൺസിബിലിറ്റിയും ഏറ്റെടുക്കാത്ത ഒരു അവസ്ഥ. അതാണ് നെക്സ്റ്റ് ഡിസ്റ്റോർഷൻ. ഈ ഡിസ്റ്റോർഷൻ നമുക്ക് ഉണ്ട് എന്നെങ്ങനെയാണ് നമുക്ക് മനസ്സിലാക്കാൻ പറ്റുക? എന്തെങ്കിലുമൊക്കെ ഇതുപോലെയുള്ള ഇൻസിഡൻസ് ഒക്കെ സംഭവിക്കുമ്പോൾ വല്ലാത്തൊരു ഗിൽറ്റി ഫീലിംഗ്, ഞാൻ ഞാനാണല്ലോ ഇതിനൊക്കെ കാരണം എന്ന് പറഞ്ഞ് ഒരു കൂടുതൽ ഗിൽറ്റി ഫീലിങ്ങും നമുക്ക് തോന്നുന്നുണ്ട്. അതുപോലെ ഒരു സെൽഫ് വർത്ത്, ഞാൻ ഒന്നിനും പര്യാപ്തമല്ല എന്നുള്ളൊരു തോന്നലൊക്കെ ഉണ്ടെങ്കിൽ ഈ ഒരു ഡിസ്റ്റോർഷൻ ഉണ്ടോ എന്നുള്ളത് നോക്കാം. പിന്നെ എങ്ങനെയാണ് അതിനെ ഓവർകം ചെയ്യാൻ പറ്റുക? ഏതൊരു ഇൻസിഡന്റ് ആണെങ്കിലും അതില് മറ്റുള്ളവർക്ക് കൂടി ചില ഇൻവോൾവ്മെന്റ് ഉണ്ടാവും. അതല്ലെങ്കിൽ മറ്റുള്ളവര് അല്ലെങ്കിൽ സാഹചര്യങ്ങൾ ഉണ്ടാവും, ആ പ്രത്യേക സാഹചര്യം ആയിരിക്കും അതിലേക്ക് നയിച്ചിട്ടുണ്ടാവുക. അപ്പൊ അതിനൊക്കെ കൺസിഡർ ചെയ്തുകൊണ്ട് അവിടെ എനിക്ക് എങ്ങനെ ഒന്നുകൂടെ അതിൽ നിന്ന് ചില ലേണിങ്സ് എടുക്കണം. ഇവിടെ എല്ലാ സംഭവങ്ങളിൽ നിന്നും നമുക്ക് എന്താണ് ചില ലേണിങ്സ് ആണ് എടുക്കാനുള്ളത്. ഒരുപാട് നിരാശയോ ഗിൽറ്റി ഫീലിംഗോ ഒന്നുമല്ല നമുക്ക് എടുക്കാനുള്ളത്. അപ്പൊ അവിടെ എനിക്ക് എന്താണ് കുറച്ചുകൂടി ബെറ്റർ ആയിട്ട് എനിക്ക് അവിടെ ചെയ്യാൻ പറ്റുമായിരുന്നത് എന്ന് ചിന്തിക്കുക, അല്ലെങ്കിൽ അതൊന്ന് എഴുതി നോക്കുക. അപ്പൊ ഇങ്ങനെയൊക്കെ നമുക്ക് ഈ ഒരു പേഴ്സണലൈസേഷൻ, ഈ ഒരു ഡിസ്റ്റോർഷന് നമുക്ക് പുറത്തു വരാൻ കഴിയും.